അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു അവർ കുട്ടി ഫാമിലി. എല്ലാവർക്കും വെൽക്കം ടു റേസ് വ്ളോഗ്സ്. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മുടെ 100 ഡേയ്സ് ഓഫ് ഹെയർ കെയർ ചലഞ്ചിൻ്റെ 4ാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളൊരു മിറക്കൽ ഹെയർ ഓയിലാണ് പ്രിപ്പയർ ആക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണെന്ന് വീഡിയോയിലോട്ട് പോയിട്ട് വരാം. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ഓയിലിന് വേണ്ടിയിട്ട് വേണമെന്നത് നമ്മുടെ ചക്കിലാട്ടിയ വെളിച്ചെണ്ണയാണ് കേട്ടോ. സാധാ നമ്മൾ ചക്കിലാട്ടിയ വെളിച്ചെണ്ണ വേണമെന്നില്ല, ഏതെങ്കിലും പ്യുവർ ആയിട്ടുള്ള വെർജിൻ കോക്കനട്ട് ഓയിൽ എടുക്കാം. അതിലേക്ക് നമ്മൾ കുറച്ച് ഉലുവ ഇടുക. അതിലേക്ക് നമ്മുടെ റോസ്മേരിൻ്റെ ഇലയും കൂടി ഇടും കേട്ടോ. ഞാനിവിടെ യൂസ് ആക്കുന്നത് മലയാളി ഹെർബ്സിൻ്റെ ഓർഗാനിക് റോസ്മേരി ഇലയാണ് കേട്ടോ. അങ്ങാടി കടയിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 50 രൂപയുള്ളൂ കേട്ടോ. പിന്നെ കോക്കനട്ട് ഓയിലിന് 130 റുപ്പീസ് എന്തോ ആയിരുന്നു. പിന്നെ ഉലുവയ്ക്ക് 10-15 രൂപ എന്തോ ആവുള്ളൂ. അപ്പോൾ ഇങ്ങനെ കുപ്പിയിലിട്ടിട്ട് ഒരു 3 ദിവസം ഞാൻ വെച്ചേക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് നമ്മളിന്ന് ഓയിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് എടുത്തത്. അപ്പോൾ ആ ഒരു ഓയിലിനെ നമ്മൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി നന്നായിട്ട് ബോയിൽ ചെയ്യുക കേട്ടോ. ഒരു 45 മിനിറ്റ് എങ്കിലും നിങ്ങൾ നന്നായിട്ട് തന്നെ ഡബിൾ ബോയിൽ ചെയ്യുക. അപ്പോൾ ഡബിൾ ബോയിൽ ചെയ്യുന്ന ടൈമിൽ ഞാൻ കുറച്ച് കരിഞ്ചീരകം കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നല്ല രീതിക്ക് ഡബിൾ ബോയിൽ ചെയ്യുക. എന്നിട്ട് കുറച്ച് ഉള്ളി അരിഞ്ഞിട്ട് വേറെ കുറച്ച് ഓയിലിനകത്തേക്ക് ആ ഉള്ളി ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കുക. അതൊന്ന് ഗോൾഡൻ കളറാകുമ്പോൾ നമ്മുടെ ആ ഡബിൾ ബോയിൽ ചെയ്തുകൊണ്ടിരുന്ന ഓയിലിലേക്ക് ഒഴിക്കുക. എന്നിട്ട് ഡയറക്റ്റായിട്ട് ഡബിൾ ബോയിലിംഗ് ചെയ്തുകൊണ്ടിരുന്ന ആ ഓയിലിനെ എടുത്ത് ഡയറക്റ്റായിട്ട് തീയിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം ഒന്ന് ചൂടാക്കുക. അപ്പോൾ അതിനകത്തുള്ള വാട്ടർ കണ്ടൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് വേപ്പറായിട്ട് പോകും കേട്ടോ. അപ്പോൾ ഇങ്ങനെ വേണം നിങ്ങൾ ഓയിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു ഗോൾഡൻ കളർ കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഓൺ വോയിസ് കൊടുക്കുന്നത് കൊണ്ട് കുറച്ച് വീഡിയോ ഒന്ന് സ്പീഡപ്പ് ആയതുകൊണ്ടാണ് കേട്ടോ പെട്ടെന്നങ്ങ് പോയത് ഓയിൽ പ്രിപ്പയർ ആക്കുന്നത്. അതുമല്ല ഞാൻ കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അതിൻ്റെത്. കുറച്ച് തിരക്കിനിടയിലാണ് ഞാൻ ഓയിൽ പ്രിപ്പയർ ആക്കിയത് കേട്ടോ. ഒരു ഗോൾഡൻ കളർ കിട്ടും നിങ്ങൾക്ക്. അപ്പോൾ നമ്മളിനി ആ ഒരു ഓയിൽ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നൊരു പരിപാടിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് ഉറപ്പായിട്ടും ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഓയിലാണ്. അതിൽ റോസ്മേരിയും ഉലുവയും കരിഞ്ചീരകവും ഉള്ളിയും ഇത്രയും നമ്മൾ ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഇത് ഞാൻ വേറെ ഒരു ചാനലിൽ കണ്ടിട്ട് ഞാനൊരു 2 ദിവസം നേരത്തെ ഉണ്ടാക്കി യൂസാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കത് നല്ലൊരു ഓയിലായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. സോ ഞാനത് ഈ ഒരു ചലഞ്ചിൽ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കാമെന്ന് വെച്ചു. അതാണ് നിങ്ങളുമായിട്ട് ഷെയർ ആക്കിയത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് ജസ്റ്റ് ആ ഒന്ന് ഓയിലൊന്ന് ആ ഒരു ലൈനിലുണ്ടല്ലോ, ആ ഒരു സ്കാൽപ്പിൻ്റെ ഒറ്റൊരു ലൈനിൽ നെടുക്കി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുള്ളൂ ചെറുതായിട്ട്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, സ്പ്ലിറ്റൻസ് ഒക്കെ കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. സ്പ്ലിറ്റൻസ് കട്ട് ചെയ്യുന്ന വീഡിയോ നേരത്തെ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊന്ന് പോയി കണ്ടു നോക്കുക, നിങ്ങൾക്കത് മനസ്സിലാകും കേട്ടോ. ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് വീഡിയോ സ്പീഡപ്പ് ആക്കിയിട്ടുണ്ട്, പെട്ടെന്ന് പോകുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് സാവധാനം എടുത്ത് വീഡിയോ എടുക്കാനുള്ളൊരു ടൈമൊന്നും കിട്ടിയില്ല. ഖേദപ്പനുണ്ടായിരുന്നു, അപ്പോൾ അവൻ സമ്മതിക്കില്ല കേട്ടോ. അപ്പോൾ അതിനിടയിലാണ് ഞങ്ങളിങ്ങനെ കാര്യമൊക്കെ പറഞ്ഞൊക്കെ ഇരിക്കുമ്പോൾ അവനിങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു അപ്പുറത്തൊക്കെ ഇരുന്ന്. ആ ഒരു ടൈമിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ടാണ് വോയിസ് ഓവറും കൊടുക്കുന്നത് കേട്ടോ. അതുമല്ല വോയിസിൻ്റെ കുറച്ച് ഇഷ്യൂ ഉണ്ടല്ലോ കുറേ നാളായിട്ട്. സോ ഇന്നും ഈ വൃശ്ചിക മാസം തുടങ്ങുമ്പോൾ അടുത്ത അമ്പലം ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് വോയിസ് ഒന്നും കൊടുക്കാണ്ട് വീഡിയോ എടുക്കാനായിട്ട് പറ്റില്ല. സോ വോയിസ് ഓവർ കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ എന്തായാലും ട്രിമ്മൊക്കെ ചെയ്തു. അതിനുശേഷം അത് സ്പ്ലിറ്റ് മാത്രമേ കട്ട് ചെയ്ത് കളയുന്നുള്ളൂ കേട്ടോ, അല്ലാതെ ഹെയറിൻ്റെ എൻഡൊന്നും കളയുന്നില്ല. അതിനുശേഷം നല്ല രീതിക്ക് തന്നെ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളെപ്പോഴും ചെയ്യുന്നൊരു മിസ്റ്റേക്ക് ഉണ്ട്, നമ്മളെന്നല്ല ഞാനത് നേരത്തെ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. ഞാൻ സ്കാൽപ്പിൽ മാത്രമേ നല്ല ഓയിൽ കൊടുക്കുള്ളായിരുന്നു, താഴോട്ട് അങ്ങനെ കൊടുക്കില്ല. ആ ഒരു ടൈമിൽ നമ്മൾ താഴോട്ടുള്ള മുടി ഭയങ്കര റഫായിട്ട് മുടിയൊക്കെ പൊട്ടി പോകാനും ആ ഒരു ഭാഗം ഭയങ്കര രീതിക്ക് സ്പ്ലിറ്റൻ്റ് വരാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ നല്ല രീതിക്ക് തന്നെ ഹെയർ ഓയിൽ ചെയ്യുന്ന ടൈമിൽ ചെയ്യുക കേട്ടോ. ഒരു വീക്കിലി 3 ടൈംസ് ഒക്കെ ഹെയർ ഓയിൽ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ ഷാമ്പു വെച്ച് വാഷ് ഔട്ട് ചെയ്ത് കളയാം. ഇന്ന് ഞാൻ ഷാമ്പു വെച്ചൊന്നും വാഷ് ഔട്ട് ചെയ്യുന്നില്ല കേട്ടോ. കാര്യം നമ്മളൊരു ചലഞ്ചിലായതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ എണ്ണ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് നാളെ രാവിലെയാണ് ഞാനിത് കഴുകി കളയാനായിട്ട് പ്ലാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.